എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കെ എസ് ആർ സിയുടെ വളരെ ഒരു എന്താ പറയുക അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പരിപാടി ഇന്നിപ്പോൾ ഞാൻ കണ്ടതാണ്, ന്യൂസിൽ കണ്ടതാണ്. തൃശ്ശൂർ നിന്ന് പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു കെ എസ് ആർ സി ഫാസ്റ്റ് ബസ്സിലെ ഒരു ഡ്രൈവറെ തൃശ്ശൂർ ഒരു സ്ഥലത്ത്, ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്, ആൾ സ്റ്റോപ്പില്ലാത്തൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് അവിടെ ഒരു മുറുക്കാൻ കടയിൽ കയറിയിട്ട് അവിടുന്ന് പാൻപരാഗ് വാങ്ങുന്ന ഒരു രംഗം, പാൻപരാഗ് വാങ്ങി തിരിച്ച് വണ്ടിയിലോട്ട് ഓടിക്കയറുന്ന ഒരു രംഗം ഇത് ഞാൻ കണ്ടിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കാൻ പറ്റുക? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ സർക്കാർ കയറിയതിന് ശേഷമാണ് ഇങ്ങനത്തെ ഈ കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. മനസ്സിലായല്ലോ. ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ഇതൊക്കെ കാണണം, ഗതാഗത മന്ത്രി കാണണം, ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയണം. കെ എസ് ആർ ടി ചെയ്യുന്ന ഓരോ ജനങ്ങൾക്ക് പറ്റുന്ന ഒരു നല്ല ഉപകാരമായി ഇപ്പോൾ കെ എസ് ആർ ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? എത്രയെങ്ങാനും ജനങ്ങളെ ബസ്സിൽ വെച്ചിട്ടാണ് അവൻ വണ്ടി അവിടെ റോഡിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് ഇറങ്ങി പോവാണ് പാൻപരാഗ് വാങ്ങാൻ. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ജനങ്ങൾ തന്നെ പറയും. ഒരു മാസം മുമ്പല്ലേ കോഴിക്കോട് ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായി. അത് ആ പെൺകുട്ടി ബസ് നിർത്താൻ പറഞ്ഞ് സ്റ്റോപ്പിലേ നിർത്തുള്ളൂ എന്ന് പറഞ്ഞ് സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തി, ഗ്ലാസ് എറിഞ്ഞ് അടിച്ച് പൊട്ടിച്ചു. എന്നിട്ട് പെണ്ണിൻ്റെ പേര് കേസ് വന്നു, പെണ്ണ് 28,000 രൂപ കൊടുത്തു. അപ്പം അന്ന് കെ എസ് ആർ സിക്കാരൊക്കെ നല്ല ആൾക്കാരെ. ഇന്നിപ്പോൾ കെ എസ് ആർ സി ചെയ്യുന്നതോ വളരെ നാറിയ പരിപാടി തന്നെയാണ്. കാരണം അത്ര ആളുകൾ വണ്ടിയിലിരിക്കുന്ന സമയത്ത് ഇവൻ പാൻപരാഗ് വാങ്ങാൻ പോയി. പാൻപരാഗ് കാൻസൊക്കെ ഇപ്പം പോലീസ് കണ്ടാൽ പിടിക്കുന്നുള്ള ഉറപ്പാണ്. അത് വിൽക്കുന്ന കടക്കാരനും നല്ല 8ന്റെ പണി കിട്ടും. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങളുമായി. ബിജീഷ്, ഇതിപ്പോ ഈ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് എത്ര വലിയ അനാസ്ഥയും അപാകതയുമാണ് ഉണ്ടായത്? ഇതിനകത്ത് ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ തൂഫാൻ അങ്ങനെയൊക്കെയുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്നതിനിടയിലാണ് സർക്കാരിന്റെ തന്നെ സംവിധാനമായിട്ടുള്ള കെ എസ് ആർ ടി സി ബസ്സിലെ ജീവനക്കാരന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. തൃശൂർ ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. തൃശൂർ ചിയാരത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവിടെ സ്റ്റോപ്പ് പോലുമില്ല. ആ സ്ഥലത്ത് അവിടെ ബസ് നിർത്തിയിടുന്നു. തുടർന്ന് ബസ്സിൽ നിന്നിറങ്ങിയ ഡ്രൈവർ അടുത്തു തന്നെയുള്ള ഒരു മുറുക്കാൻ കടയിലേക്ക് പോയി അവിടെ നിന്ന് മുറുക്കാൻ വാങ്ങി തിരിച്ചു വന്ന് ബസ്സിലേക്ക് കയറി ബസ് എടുത്തു പോകുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. അത്രയും നേരം ബസ് അവിടെ വെറുതെ റോഡിൽ കിടക്കുകയായിരുന്നു. യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ഈ ഡ്രൈവറുടെ ഈ മുറുക്കാൻ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ചെലവഴിച്ച സമയം ഈ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ റോഡിൽ വെറുതെ കിടക്കുകയാണ് ഉണ്ടായത്. ബസ്സിനകത്ത് മറ്റേ ഇതിനോട് വലിയ പ്രതിഷേധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പകർത്തിയ കണ്ടല്ലോ. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊക്കെ ഗതാഗത മന്ത്രി കാണണം. ഇപ്പൊ പേരിനൊരു ഗതാഗത മന്ത്രി ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ട്രാൻസ്പോർട്ടിൽ ഈ നടക്കുന്ന അഴിമതികൾ എല്ലാവരും കാണണം. അതുപോലെ തന്നെ പല പരിപാടികൾ ഇവർ ചെയ്യുന്നുണ്ട്. ലഗേജൊക്കെ ചില യാത്രക്കാരുടെ ലഗേജ് വാങ്ങുക, പെട്ടി ആണെങ്കിൽ പെട്ടി 10 കിലോ കൂടുതലുള്ള പെട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പെട്ടിക്ക് അതിന് ചാർജ്, സ്പെഷ്യൽ ചാർജ് ഈടാക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു പാൻപരാഗ് വാങ്ങിയിട്ട് പിന്നെ മുറുക്കാനായിട്ട് വേറെ എവിടെയെങ്കിലും നിർത്തിയിട്ട് മുറുക്കിയിട്ടൊക്കെ പോകത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ നിരോധിതമാണ്, മനുഷ്യന്മാരുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെട്ടിക്കടയിൽ പോയിട്ട് ഈ മുറുക്കാൻ വാങ്ങാനായിട്ട് ഇവർ കെ എസ് ആർ സിയുടെ എന്ത് നിയമമാണ് ഇവർ ശരിക്കും പിന്നെ അംഗീകരിക്കുന്നത്? എന്താണ് ഇവർക്ക് തോന്നിയ പോലുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാം? ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നാൽ ഇതുപോലെ തന്നെ ആ പെണ്ണ് വണ്ടി നിർത്താൻ പറയുന്ന സമയത്ത് വണ്ടി നിർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവുമോ? ഇപ്പോൾ അവരവരുടെ കാര്യത്തിന് അത് എന്തെങ്കിലും ഒരു ആശുപത്രി ഹോസ്പിറ്റൽ കേസിനോ എന്തെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു എന്തെങ്കിലും തലവേദനയ്ക്കോ പനിക്കോ ഒരു ഗുളിക വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിനെങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? പാൻപരാഗ്, ഹാൻസ്, ഈ ലഹരി സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമൊക്കെ ഇപ്പോൾ ഉണ്ട്. ശരിക്കും മദ്യം പോലും കഴിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്നാലും ഇപ്പോൾ ഇയാൾ ചെയ്തത് വളരെ അക്രമമാണ്, അനീതിയാണ്. അതായത് വളരെ നാറിയ പരിപാടിയാണ് ഇയാൾ ചെയ്തത്. എന്നിട്ട് ഓടുകയാണ്. ഇവനെ ശരിക്കും പോലീസുകാർ നല്ല പോലീസുകാർ തന്നെ. എവിടെ പോലീസ്? ഇതൊന്നും പോലീസ് കാണുമില്ല. ആരെങ്കിലും ഹെൽമെറ്റ് വെക്കാതെ ഏതെങ്കിലും ബൈക്കിൽ ആരെങ്കിലും വെച്ച് പോയി കഴിഞ്ഞാൽ അവരെ പിടിച്ച് ചെക്ക് ചെയ്യാൻ പോലീസുകാരുണ്ടാവും. ഇതൊന്നും പോലീസുകാർ കാണത്തുമില്ല. കേസെടുക്കണവരുടെയൊക്കെ പേരിൽ ഇനിയിപ്പോൾ എന്തായെന്നുള്ള അറിയത്തില്ല.
എന്തായാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു നാല് പരിപാടിയാണ് ഇവർ ചെയ്തത്. ഇവരോടൊക്കെ എന്താ പറയുക? കാരണം ഇപ്പം പേരിന് വേണ്ടിയിട്ട് ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും നിയമിക്കുന്നു. അവർക്ക് തോന്നിയ പോലെ ഇനി ഒരു ദിവസം ഓടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരാളെ വെച്ച് ഓടിയിലും കുഴപ്പമില്ല, ഞങ്ങൾ ഈ പരിപാടി ഇങ്ങനെ ചെയ്യും. പാൻപരാഗ് വാങ്ങും, ഹാൻസ് വാങ്ങും, അത് വായിൽ വെച്ച് ചവയ്ക്കും, ഭരിക്കും എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഗവൺമെൻറ് ജോലിക്കാരാണ്, മനസ്സിലായില്ലേ? പ്രൈവറ്റ് ബസ്സുകാർ ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇപ്പോൾ KSRTCയുടെ കാര്യം പറയാൻ കാരണം ഇപ്പോൾ KSRTC ബസ്സിലാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത്. അത് അത്ര ആളുകളെ വഴിക്ക് കൊണ്ട് ഈ സൈഡാക്കി നിർത്തിയിട്ട് ഇവൻ ഈ പോക്കിരിത്തരം ചെയ്യണമെങ്കിലോ? ഇനി ഇവിടുന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൊല്ലത്തോ കോട്ടയത്തോ പോണ സ്റ്റോപ്പിലെവിടെയെങ്കിലും 10-15 മിനിറ്റ് അവിടെ നിർത്തിയിടും. അവിടെ നിർത്തി ചായ കുടിക്കി കഴിഞ്ഞ് അത് പിന്നെ മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടും കേട്ടോ. ആ ചായ കുടിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന വരും, അതൊക്കെ ഒന്നും കുഴപ്പമില്ല. അതായത് ഞാൻ പറയാണ്, അപ്പം അങ്ങനെയൊക്കെ ഓരോ സമയങ്ങളിൽ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു പാൻപരാഗ് വാങ്ങാൻ പോകണം. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയോ? ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചു വിടുകയാണ് വേണ്ടിയത്. ഭക്ഷണം കഴിക്കാനൊക്കെ ആണെന്നുണ്ടോ ഒക്കെ അത് നാട്ടുകാർക്കും ജനങ്ങൾക്കും ഉപകാരപ്പെടും. നാട്ടുകാർക്കല്ല, ജനങ്ങൾക്ക്, ബസ്സിലത്തെ യാത്രക്കാർക്ക്. ഇതെന്താ ഇതുകൊണ്ട് എന്താ കാര്യം? ഇപ്പം എന്താ ഇത് കൂടുതൽ ഒരുപാട് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകുള്ളൂ. കാരണം ഇങ്ങനത്തെ ആളുകളെയൊക്കെയാണ് ഇപ്പൊ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത്. ചുമ്മാ അങ്ങ് കുറെ എണ്ണത്തിനെ വലിച്ചു വാരി KSRTCയിലെ ജോലിക്കാരെന്ന് പറഞ്ഞ് വിളിക്കുകയും കയറ്റും.